സർ, മലപ്പുറത്ത് വീണ്ടും ശൈശവ വിവാഹം നടത്താനുള്ള ശ്രമം നടന്നിരിക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. വിവാഹ നിശ്ചയം നടത്താനുള്ള ശ്രമമാണ് പോലീസ് ഇടപെട്ട് തടഞ്ഞിരിക്കുന്നത്. കാടാമ്പുഴയാണ് ഈ സംഭവം. 14 വയസ്സുകാരിയാണ്. ഈ 14 വയസ്സുകാരി ഇപ്പോൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സംരക്ഷണത്തിൽ വെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. പക്ഷെ അതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ 10 മാസത്തിനിടെ അതായത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഏതാണ്ട് 18ഓളം ശൈശവ വിവാഹങ്ങളാണ്. അപ്പോൾ ഇതിൽ ഏറിയ പങ്കും തൃശ്ശൂരും. നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറമാണ് തൃശ്ശൂരിൽ നിന്ന് ഇത്തരത്തിലൊരു റിപ്പോർട്ട് വരുന്നത് തന്നെ. ഇത് ഗൗരവമായി കാണേണ്ടതല്ലേ? ഈ ചൈൽഡ് മാരേജ് നമ്മുടെ രാജ്യത്ത് നിരോധിക്കപ്പെട്ടിട്ടുള്ള എത്രയോ കാലങ്ങളായി നിരോധിക്കപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ ശൈശവ വിവാഹം നേരത്തെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് നടന്നു കഴിഞ്ഞതിന് ശേഷമായിരിക്കാം ഒരു പക്ഷേ ഔദ്യോഗിക തലത്തിൽ അറിയുന്നതോ പൊതുസമൂഹം അറിയുകയോ ഒക്കെ ചെയ്യുന്നത് ആ തരത്തിലായിരിക്കാം. എന്തായാലും മാതാപിതാക്കളുടെ ഒരു അനുമതിയോ അല്ലെങ്കിൽ അവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ആ തരത്തിലൊരു വിവാഹം നടക്കുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല, എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു നടപടി തന്നെയാണ്. അതിൽ 2-3 സാഹചര്യങ്ങളിലാണ് ഇത് ഉണ്ടാവുക. ഒന്നുകിൽ ആ കുട്ടിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും അവരെ സംബന്ധിച്ച് അവർക്ക് ഏതെങ്കിലും ശാരീരികമായിട്ടുള്ള ബന്ധങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ അതിനെ തുടർന്ന് വീട്ടുകാർ ചേർന്നോ അല്ലെങ്കിൽ ബന്ധുക്കൾ ചേർന്നോ ആ തരത്തിലൊരു വിവാഹം നടത്താൻ തീരുമാനിക്കുക. 2, അവർ തമ്മിൽ ഇഷ്ടത്തിലാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ പരസ്പരം അവർ മാരേജ് ചെയ്യാനായിട്ട് തീരുമാനിക്കുക. 3, സാമൂഹികപരമായ ഏതെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ ഭാഗമായി നിയമപരമായ ചില പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയും ആ തരത്തിൽ ചെയ്തിട്ടുണ്ടാകാം. ഇവിടെ ഏത് തരത്തിലാണ് ഈ തരത്തിലുള്ള മാരേജുകൾ രജിസ്റ്റർ ചെയ്യാനുള്ള ശ്രമം നടന്നിട്ടുള്ളത്, വിവാഹ നിശ്ചയം നടന്നിട്ടുള്ളത് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട വിഷയമാണ്. പക്ഷേ എങ്കിൽ പോലും കേരളത്തിൽ, പ്രത്യേകിച്ച് വയനാട് ജില്ലയിൽ ആദിവാസി മേഖലകളിലൊക്കെ ഈ തരത്തിൽ പലപ്പോഴും ചൈൽഡ് മാരേജ് ചൈൽഡ് പ്രഗ്നൻസിയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് പിന്നീട് കേസെടുക്കുകയും പോലീസ് അന്വേഷണം നടത്തുകയും അതിൻ്റെ സാഹചര്യം പിന്നീട് വെളിവാക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പലതിലും കേസുകൾ എടുത്തിട്ടുണ്ട്. ഇപ്പം 18 വയസ്സിൽ താഴെയുള്ള പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും വിവാഹത്തിൻ്റെ ഭാഗമായി മാറുന്നതോടുകൂടി, അല്ലെങ്കിൽ 21 വയസ്സിലെ പുരുഷനും 18 വയസ്സിലെ സ്ത്രീയും, അവരെ സംബന്ധിച്ച് വിവാഹത്തിൽ ഏർപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ കേസെടുക്കുക എന്നുള്ളത് പോലീസിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ ഒരു സാങ്കേതിക പ്രശ്നമുള്ളത്, ഇപ്പോൾ പോക്സോ കേസുകൾ ഉണ്ടാകുന്നു. സാധാരണ നിലക്ക് ആ തരത്തിൽ പോക്സോ കേസുകളിൽ പെടുന്ന ആളുകൾ, അത് പെൺകുട്ടികളാണെങ്കിലും അതുപോലെ തന്നെ ആൺകുട്ടികളാണെങ്കിലും ഒക്കെ ആ തരത്തിൽ കേസിൽ പെടുമ്പോൾ വിവാഹം നടത്തി ഞങ്ങളിപ്പോൾ വിവാഹിതരായി ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരാണ് എന്ന് പറഞ്ഞ് ആ പോക്സോ കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യമായി ഇതിനെ ഉപയോഗിക്കുന്ന ഒരവസ്ഥയും ഉണ്ട്. അതൊന്നുകിൽ ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ വീട്ടുകാരുടെയോ അനുവാദത്തോടു കൂടിയും സമ്മതത്തോടു കൂടിയൊക്കെ നടക്കുന്നതായിരിക്കാം. പക്ഷെ അതും തടയാനുള്ള ഉത്തരവാദിത്വം പോലീസിനാണ്, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട സംവിധാനങ്ങൾക്കാണ് അതിൻ്റെ ചുമതലയുള്ളത്. അത് നിർവഹിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് സുപ്രീം കോടതി ഈ തരത്തിൽ ഒരു വിവാഹം നടന്നതിന് ശേഷമുള്ള ഒരു കേസ് റദ്ദ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പോക്സോ കേസ് റദ്ദ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം ചർച്ച ചെയ്ത സമയത്ത് പേഴ്സണൽ ലോ അനുസരിച്ച് അവരുടെ വിവാഹം സാധുവായി കണക്കാക്കാം എന്ന് പറഞ്ഞൊരു വിധി പ്രഖ്യാപിച്ചിരുന്നു. അത് സ്വാഭാവികമായ ഒരു സമൂഹത്തെ സംബന്ധിച്ചുള്ളതാണ്. ആ സമൂഹത്തിൽ പെട്ടിട്ടുള്ള ആ തരത്തിൽ കേസുകളിൽ ശരീഅത്ത് നിയമത്തെ സംബന്ധിച്ചാണെങ്കിലും പേഴ്സണൽ ലോ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചാണെങ്കിലും അവർക്ക് അതിൻ്റെ ഒരു ആനുകൂല്യം ലഭിക്കുന്നതിൽ തെറ്റില്ല എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്ന് പറഞ്ഞാൽ ആ വിഭാഗത്തിലുള്ള ആളുകൾക്ക് 15 വയസ്സാണെങ്കിലും 16 വയസ്സാണെങ്കിലും 17 വയസ്സാണെങ്കിലും ഒക്കെ അവരുടെ വിവാഹം സാധൂകരിക്കാനുള്ള ഒരു സാഹചര്യം വന്നു കിട്ടി. അത് സ്വാഭാവികമായും ജനാധിപത്യപരമായി നമ്മുടെ രാജ്യത്തെ ലോസ് ഓഫ് ലാൻഡിന് എതിരാണ്. എന്ന് പറഞ്ഞാൽ നിലവിൽ പോക്സോ നിയമത്തിൻ്റെ എതിരായിട്ടുള്ള പ്രൊവിഷനാണത്. അപ്പം നിലവിൽ പോക്സോ നിയമപ്രകാരം കേസെടുക്കപ്പെടാവുന്ന കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ, ഒന്നുകിൽ ആ കേസ് തന്നെ ഇല്ലാതെയാക്കാൻ, അല്ലെങ്കിൽ ആ കേസുകളിൽ നിന്ന് വിടുതൽ കിട്ടാനുള്ള ഒരു സാഹചര്യമായോ അവസരമായോ ഇതിനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ ആ തരത്തിലുള്ള ശ്രമം നടത്തിയിട്ടുണ്ടാവുക. അപ്പോൾ ശൈശവ വിവാഹം രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ആ തരത്തിൽ ക്രിമിനൽ ഒഫൻസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഉണ്ടാകാം. രണ്ടാമത്തത് സാമൂഹികപരമായ എന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ടോ അങ്ങനെ ഉണ്ടാകാം. എന്ത് വന്നാലും ശൈശവ വിവാഹം എന്നുള്ളത്, അല്ലെങ്കിൽ 18 വയസ്സിൽ താഴെ വിവാഹം കഴിക്കുക എന്നുള്ളത് നിയമപരമായി രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒന്നല്ല. അതായത് ഇപ്പോൾ ഇതിനെതിരെ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അതായത് സുപ്രീം കോടതിയുടെ ഇത്തരത്തിലുള്ളൊരു നിരീക്ഷണം കൂടി വന്നതോടുകൂടി
അതൊരു വിഭാഗത്തെ സംബന്ധിച്ച് മാത്രമാണ്. മറ്റ് വിഭാഗങ്ങളെ സംബന്ധിച്ച് അങ്ങനെയില്ല. ഉദാഹരണത്തിന് ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളെ സംബന്ധിച്ചാണെങ്കിലും മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ടിട്ടുള്ള ആളുകളെ സംബന്ധിച്ചാണെങ്കിലും അതിന് ആനുകൂല്യം കിട്ടണമെന്നില്ല. പക്ഷെ ഭാവിയിൽ വരുമ്പോൾ ഒരു പക്ഷേ ഇതിന്റെ ആനുകൂല്യം കിട്ടിയില്ലെങ്കിലും അങ്ങനെ ക്രിമിനൽ കേസിൽ നിന്ന് ഒരാൾ രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ, ഉദാഹരണത്തിന് 18 വയസ്സിൽ താഴെയുള്ള ഒരാൾ പോക്സോ കേസിൽപ്പെട്ടു, പേഴ്സണൽ ലോയുടെ അടിസ്ഥാനത്തിൽ ഞാൻ വിവാഹം ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് എന്നെ വിടണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആനുകൂല്യം ഒരാൾക്ക് കിട്ടിയാൽ, ക്രിമിനൽ കേസിൻ്റെ ഒരു വലിയ പ്രത്യേകത പേഴ്സണൽ ലോ ആണോ മറ്റേതെങ്കിലും നിയമമാണോ ബാധകമായിട്ടുള്ളത് എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഒരാനുകൂല്യം നൽകി ഒരു ക്രിമിനൽ കേസിൽ നിന്ന് ഒരാളെ വിടുതൽ ചെയ്യുമ്പോൾ അതിന് മറ്റാളുകളും മറ്റ് കുറ്റവാളികളും അതേ സാഹചര്യത്തെ യൂട്ടിലൈസ് ചെയ്യാനും അതേ വാദം ഉയർത്താനുമുള്ള സാഹചര്യമുണ്ടാകും. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പോക്സോ നിയമം രാജ്യത്ത് നടപ്പാക്കിയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശശുദ്ധി തന്നെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്കാണ് ആ കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കുക. ഉദാഹരണത്തിന് 16 വയസ്സ്, 17 വയസ്സ്, 18 വയസ്സ് തികയുന്നതിന് മുൻപുള്ള ആളുകളെ സംബന്ധിച്ച് അവർ ഏതെങ്കിലും ആ തരത്തിലുള്ള കുറ്റകൃത്യത്തിൻ്റെ ഭാഗമാവുക, അത് പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും പുരുഷനോട് ചെയ്താലും സ്ത്രീയോട് ചെയ്താലും എങ്ങനെ സംഭവിക്കുന്നതാണെങ്കിലും അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ഒഫൻസുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യമായി ഉപയോഗിക്കുക. എത്രയായാലും നമ്മുടെ രാജ്യത്ത് നിരോധിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ കടുത്ത ശിക്ഷ ലഭിക്കാവുന്ന ഒരു സാഹചര്യത്തിലുള്ള ഏജിലാണ് ഈ തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെന്ന് നിൽക്കുന്നത്. ആ കുറ്റകൃത്യങ്ങൾ ഇനി പ്രോത്സാഹിപ്പിക്കപ്പെടുക എന്നുള്ളത് സാമൂഹികപരമായി എന്തുദ്ദേശത്തിലാണോ ഈ നിയമങ്ങൾ ഉണ്ടാക്കിയത്, അതല്ലെങ്കിൽ പോക്സോ നിയമം ഉണ്ടാക്കിയത്, ആ കുറ്റകൃത്യം തടയണമെന്നുള്ള ഉദ്ദേശം ഉണ്ടാക്കിയത്, അതിന് ഘടകവിരുദ്ധമായി. അപ്പോൾ ഫലത്തിൽ സമൂഹം വീണ്ടും പിറകോട്ട് ചിന്തിക്കുന്ന, പിറകോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തി. അപ്പൊ ഇത്തരത്തിലൊരു നിരീക്ഷണം സുപ്രീം കോടതി എടുക്കുമ്പോൾ ഈ സാർ ഇപ്പൊ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ മറ്റു വിഭാഗങ്ങൾ ഇതിനെ ചോദ്യം ചെയ്യുന്നതല്ലേ? അല്ല, മറ്റു വിഭാഗങ്ങൾക്ക് നിയമപരമായി ചോദ്യം ചെയ്യാൻ കഴിയില്ല. കാരണം അവർക്ക് ആ പേഴ്സണൽ ലോയുടെ ബെനിഫിറ്റ് ലഭിക്കുന്നതല്ല. രണ്ട് സാധ്യതകളാണ് പിന്നീടുള്ളത്. ഒന്നുകിൽ അത് ദൂരവ്യാപകമായി മറ്റൊരു പ്രശ്നത്തിലേക്ക് മാറാം. അങ്ങനെ കേസിൽപ്പെടുന്ന ആളുകൾ ആ വിഭാഗത്തിലേക്ക് മതം മാറുകയോ അല്ലെങ്കിൽ ആ വിഭാഗത്തിൻ്റെ വിശ്വാസത്തിലേക്ക് മാറിക്കൊണ്ട് ഞങ്ങൾ ഇങ്ങനെയാണ്, ഈ വിശ്വാസം പുലർത്തുന്നവരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ആ പരിഗണന വേണമെന്ന് ആവശ്യപ്പെടാം. അപ്പോൾ ഒരു ക്രിമിനൽ ഒഫൻസിൽ നിന്ന് ഒരാൾക്ക് രക്ഷപ്പെടാനായിട്ടുള്ള ഈസി ആയിട്ടുള്ള മാർഗമായി അതിനെ ഉപയോഗിക്കാം. അതെ, ആ സാഹചര്യത്തിലേക്ക് മാറാം. ഉദാഹരണത്തിന് 17 വയസ്സുള്ള ഒരാൾ പോക്സോ കേസിൽ പെടുന്നു. ആ ആൾ മറ്റൊരു മതത്തിലേക്ക് മാറിക്കൊണ്ട് നാളെ അയാൾ ആ മതത്തിൻ്റെ ബെനിഫിറ്റ് എനിക്ക് വേണം എന്നാവശ്യപ്പെട്ടാൽ നിയമപരമായി നമുക്ക് നടക്കില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ആ വാദം ഉന്നയിക്കാനുള്ള ഒരു സാഹചര്യം ഒരാൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഇപ്പൊ നിലവിൽ പറയുന്നത് അനുസരിച്ച് വനിതാ ശിശു വികസന വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം ജനുവരി 15 വരെ 18 ശൈശവ വിവാഹമാണ് നടന്നിട്ടുള്ളത്. 2023-24 14 ഇത് എന്നാണ് കണക്ക്. 2022 12 കണക്ക്. ഇതാണ് ഇപ്പോൾ വർദ്ധിച്ച് 10 മാസം കൊണ്ട് 18 എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഏറ്റവും അധികം കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 10 എണ്ണവും തൃശ്ശൂരാണ് എന്നാണ് പറയുന്നത്. തൃശ്ശൂർ പോലൊരു സ്ഥലത്ത് നിന്ന് ഇത്രയധികം ശൈശവ വിവാഹം രജിസ്റ്റർ ചെയ്യപ്പെടുന്നതിന്റെ ഒരു കാരണം എനിക്ക് മനസ്സിലായതേ ഇല്ല. അല്ല, അതാ ഞാൻ സൂചിപ്പിച്ചത്. അതിൽ ഇപ്പോൾ 22-ലാണെങ്കിലും 20-ലാണെങ്കിലും 24-ലാണെങ്കിലും ഒക്കെ രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ ഒരു ഉദ്ദേശം മറ്റൊന്നാണ്. അത് ഒന്ന് സ്വാഭാവികമായും നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള കുറ്റകൃത്യങ്ങളിൽ നിന്ന് കോടതികളുടെ മുൻപിൽ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ് എന്നുള്ള വാദം ഉന്നയിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരു പക്ഷേ. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വരുമ്പോൾ നമുക്ക് പ്രത്യേകമായി ഒരു തൃശ്ശൂർ ജില്ല അങ്ങനെ നടക്കേണ്ട സാഹചര്യമുള്ളൊരു ജില്ലയായിട്ട് കണക്കാക്കപ്പെടുന്നില്ല. കാരണം ഏറ്റവും കൂടുതൽ സാംസ്കാരികമായ മുന്നേറ്റം ഉള്ള ഒരു ജില്ലയാണ് തൃശ്ശൂർ. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ എന്നാണല്ലോ നമ്മൾ കണക്കാക്കപ്പെടുന്നത്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നടക്കുന്നു എന്ന് പറഞ്ഞാൽ മറ്റുള്ള സ്ഥലങ്ങളിൽ എത്ര റിപ്പോർട്ട് ചെയ്യാതെയും ഉണ്ട് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അതിൽ ഇപ്പോൾ ഇനി അങ്ങോട്ടേക്ക് കൂടി വരാനാണ് സാധ്യത. കാരണം സുപ്രീം കോടതിയുടെ വിധി വന്നതോടുകൂടി ഇതിൻ്റെ ബെനിഫിറ്റ് ഉപയോഗിക്കാൻ, അതിൽ നിന്ന് തലയൂരാൻ, കേസിൽ നിന്ന് വിടുതൽ കിട്ടാനുള്ള സാഹചര്യം ഉപയോഗിക്കാൻ കഴിയുന്ന സാഹചര്യത്തെ കൂടുതൽ പ്രയോജനപ്പെടുത്തും. ആ പ്രയോജനപ്പെടുത്തുമ്പോൾ വീണ്ടും രജിസ്ട്രേഷൻ കൂടും സ്വാഭാവികമായും. ഇത് രജിസ്റ്റർ ചെയ്യപ്പെടുന്നതിൻ്റെ എണ്ണമാണ് പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ സംസ്ഥാന സർക്കാരാണെങ്കിലും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ആണെങ്കിലും അവർ കൃത്യമായി അന്വേഷണം നടത്തുകയോ നടപടിയെടുക്കുകയോ ചെയ്യണ്ടേ? ഇപ്പോൾ വിവാഹം രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ റിപ്പോർട്ട് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അതിൽ സംസ്ഥാന ശിശുക്ഷേമ സമിതിയാണെങ്കിലും അതുപോലെ തന്നെ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്ന സംവിധാനങ്ങളാണെങ്കിലും ഒക്കെ
അവർ അതിൽ ഇടപെടണ്ടേ, അങ്ങനെ ഇടപെട്ടിട്ടുണ്ടോ, അതിൽ നടപടി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട വിഷയമാണ്. സംസ്ഥാന സർക്കാർ ഇതിൽ ഇടപെടേണ്ട. ഇങ്ങനെ ഒരു റിപ്പോർട്ട് വരുമ്പോൾ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് ഈ പറയുന്ന വകുപ്പുകളോട് വിശദീകരണം തേടുകയെങ്കിലും ചെയ്യേണ്ടതല്ലേ? അത് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് എങ്ങനെയാണെന്നുള്ളതാണല്ലോ ആദ്യം ആലോചിക്കേണ്ടത്. ഇപ്പൊ വിശദീകരണം തേടുന്നതൊക്കെ രണ്ടാമത്തെ വിഷയമാണ്. എങ്ങനെയാണ് ഇങ്ങനെ 16 വയസ്സും 17 വയസ്സും ഒക്കെ ഉള്ള ആളുകളുടെ വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്യപ്പെടാൻ കഴിയുക? അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അത് രജിസ്റ്റർ ചെയ്ത ഉദ്യോഗസ്ഥൻ അതെങ്ങനെ രജിസ്റ്റർ ചെയ്ത് കൊടുത്തു? 14 വയസ്സുള്ള ആളുടെ 15 വയസ്സുള്ള ആളുടെ ഒക്കെ മാരേജ് എങ്ങനെ നിയമപരമായി രജിസ്റ്റർ ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം എങ്ങനെ രജിസ്റ്റർ ചെയ്ത് കൊടുത്തു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട. അപ്പോൾ ഇതിൽ ഒന്നുകിലും ഒരു വലിയ ഗൂഢാലോചന നടക്കുന്നുണ്ട്. ഈ തരത്തിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എവിടെന്നോ ഏതോ അധികാര കേന്ദ്രത്തിൽ നിന്നുള്ള കൃത്യമായ നിർദ്ദേശത്തിൻ്റെയും ഒത്താശയുടെയും അവരുടെ സംരക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ 18 വയസ്സിൽ താഴെയുള്ള ഒരാളുടെ വിവാഹം എങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ കഴിയും? 15 വയസ്സും 16 വയസ്സുള്ള കുട്ടികൾക്ക് എങ്ങനെ വിവാഹം രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ കഴിയും? അപ്പം മാരേജ് നടക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ സമൂഹത്തിൽ അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ടാകാം. പക്ഷെ അതിന് നിയമപരമായി രജിസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെ സർക്കാർ ഉദ്യോഗസ്ഥന് സാധിക്കും? ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പം അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി അന്വേഷിച്ച് പരിശോധിച്ച് അതിൽ നടപടിയെടുക്കേണ്ട വിഷയമാണ്. അതെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു പോകുന്നതാണ്, നമ്മുടെ സംസ്ഥാനത്ത് ഈ പ്രബുദ്ധത കൂടിയത് കൊണ്ടാണോ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നടക്കുന്നത്? അതിബുദ്ധി കൂടിയത് കൊണ്ടാണ്. കാരണം ഒരു ക്രിമിനൽ കേസ് ഉണ്ടാകുമ്പോൾ ആ ക്രിമിനൽ കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ് എന്നുള്ള ഒരു കണക്കുകൂട്ടലിൽ നിന്നായിരിക്കാം ഒരു പക്ഷേ. ഇനി അല്ലാത്തത് ഉണ്ടാകാം. നമ്മൾ രജിസ്ട്രേഷൻ നടന്നിട്ടുള്ള മാരേജുകൾ മുഴുവൻ എടുത്ത് നോക്കിയാലേ നമുക്കതറിയാൻ കഴിയും ഇവർക്ക് കേസുണ്ടോ, ഇവരേതെങ്കിലും കേസിന്റെ ഭാഗമായി അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളത്. പക്ഷെ എന്തായാലും ശൈശവ വിവാഹം അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ വിവാഹം രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് നിയമപരമായി നടത്താൻ കഴിയുന്ന ഒന്നല്ല. രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് ഇവിടെ വന്നിട്ടുള്ള കണക്കുകളാണ്, റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കണക്കുകളാണ് ഞാൻ അങ്ങയോട് ചോദിച്ചത്. ഇത്രയും കണക്കുകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഈ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കണക്കുകളിൽ പോലും യാതൊരു തരത്തിലുള്ള അന്വേഷണവും ഇതുമായി ബന്ധപ്പെട്ട് എടുക്കുന്നില്ല, നടപടി എടുക്കുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകൾ എങ്ങനെ രജിസ്റ്റർ ചെയ്തു എന്ന് അന്വേഷിക്കണ്ടേ? ആ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി ഉണ്ടാകണ്ടേ? അപ്പോൾ 15 വയസ്സും 16 വയസ്സും 14 വയസ്സൊക്കെ ഉള്ള കുട്ടികളുടെ വിവാഹം രജിസ്റ്റർ ചെയ്യാനേ കഴിയില്ല. അപ്പോൾ എങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അതുകൊണ്ടാണ് നമുക്ക് സംശയിക്കേണ്ടത്. സ്വാഭാവികമായും അങ്ങനെയുള്ള വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ശക്തമായ ഒരു ലോബി ഉണ്ടാകാം. ഇനി അതല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകാം. ആ സംവിധാനത്തിന് കൃത്യമായി സർക്കാർ സംവിധാനത്തിൻ്റെ സഹായം ലഭിക്കുന്നുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.